ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഫ്രോസ്റ്റഡ് ഫാൻറ്റസി. അപ്പോൾ ഇന്നത്തെ കുറച്ച് വർക്ക് കണ്ടാലോ. അപ്പോൾ കമോൺ. ഈ ഒരു ഓർഡർ എഴുകുളത്തേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 1 kg വാഞ്ചോ ആയിരുന്നു സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലോട്ടസ് ബിസ്കോഫ് ആണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ടൈമിൽ നമുക്കത് കിട്ടാത്തത് കൊണ്ട് നമ്മൾ വാഞ്ചോയിൽ സെറ്റാക്കി എടുത്തായിരുന്നു കേട്ടോ. പക്ഷേ കറണ്ട് ഇങ്ങനെ വെറുപ്പിച്ചൊരു ഓർഡർ എനിക്ക് ഉണ്ടായിരുന്നില്ല. കറണ്ട് വെറുപ്പിച്ച് നമ്മളെ കൈ തന്നിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് കൊടുക്കേണ്ടത് നൈറ്റ് ആയിരുന്നു, പക്ഷേ കറണ്ട് വന്നത് ഈവനിങ് ആണ്. അങ്ങനെ നമ്മൾ പിടി സെറ്റാക്കി എടുത്തൊരു ഓർഡർ ആയിരുന്നു. അങ്ങനെ അതും സെറ്റാക്കി എടുത്തു. പിന്നെയുള്ള ഓർഡർ ഒരു സർപ്രൈസ് ഓർഡർ ആയിരുന്നു കേട്ടോ. അത് 2 കൂട്ടർക്കും സർപ്രൈസ് ആയി എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൻ്റെ ചേച്ചിക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തായിരുന്നു. വീട്ടിനടുത്തേക്ക് തന്നെയാണ് കേട്ടോ. ഹസ്ബൻഡായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൾ നാട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്ന് ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേക്ക് നമ്മളൊരു 1/2 kg ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ബട്ടർ സ്കോച്ച് ഫ്ലേവറിലായിരുന്നു. പിന്നെ ചെറിയൊരു ഡയറി മിൽക്ക് ബൊക്കെ സെറ്റാക്കാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എന്താക്കി, നമ്മളൊരു 12 മണിയൊക്കെ ആകുമ്പോൾ നൈറ്റ് നമ്മൾ സെറ്റാക്കി അവരുടെ വീട്ടിലെത്തിച്ചു. ഈ സർപ്രൈസ് കിട്ടാനും കൊടുക്കാനും ഭാഗ്യം ഉണ്ടാവണം എന്നുള്ളത് എനിക്ക് ഈ ഒരു ഫീൽഡിൽ നിന്നാണ് കേട്ടോ കുറച്ചുകൂടി ഒന്ന് മനസ്സിലായത്. സർപ്രൈസ് കിട്ടുമ്പോഴുള്ള അവരുടെ ഒരു ഹാപ്പിനെസ്, അത് നമ്മൾ എങ്ങനെ പറഞ്ഞാലും അത് അതിൻ്റെ ഒരു പീക്ക് ലെവലിൽ എത്തില്ല. അത് ആ ഒരു മൊമെൻറ്റിൽ എക്സ്പീരിയൻസ് ചെയ്യണം, എന്നാലേ നമുക്കത് തിരിയുള്ളൂ. പിന്നെയുള്ള ഓർഡർ നമ്മളുടെ റെഗുലർ കസ്റ്റമർ തന്നെയാണ്. നമ്മൾ ഒരു മെസ്സി തീമിലായിരുന്നു സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. ഒരു 1 kg തണ്ടർ കോക്കനട്ട് ആയിരുന്നു, ടോളാക്കി ചെയ്തൊരു കേക്കായിരുന്നേ. ഇത് ഓർഡർ അത്തോളിയിലേക്കായിരുന്നു കേട്ടോ കൊണ്ടുപോകാനുണ്ടായിരുന്നത്. അവർ വന്ന് പിക്ക് ചെയ്തതായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കപ്പ് കേക്കും പോപ്പും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെയുള്ള ഒരു കേക്ക് എന്ന് പറയാൻ നമ്മളുടെ റെഗുലർ കസ്റ്റമർ തന്നെയാണ്, ഒരു ഡോക്ടറാണ്. ആളുടെ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 1 kg വൈറ്റ് ഫോറസ്റ്റിലായിരുന്നു സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. ടോളാക്കിയിട്ടുള്ള ഒരു കേക്കായിരുന്നു. അത് നമുക്കൊരു RTO നമ്മുടെ RTO ഓഫീസിലെ അതിൻ്റെ അടുത്തേക്കായിരുന്നു കേട്ടോ കൊടുക്കാനുണ്ടായിരുന്നത്. ഡെലിവറി ചെയ്തതായിരുന്നു. പിന്നെയുള്ള കേക്ക് ഒരു 1 kg വൈറ്റ് ഫോറസ്റ്റ് തന്നെയായിരുന്നു. ഇത് നമ്മളെ വീടിൻ്റെ അടുത്തേക്ക് തന്നെയായിരുന്നു. സ്ക്വയർ ഷേപ്പിലായിരുന്നു സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. 2 ആൾ ബർത്ത്ഡേ ആണ്, അപ്പോൾ അതൊരു കേക്കിൽ സെറ്റാക്കിയാൽ മതി എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ടോളാക്കിയിട്ട് സ്ക്വയറിൽ സെറ്റാക്കി എടുത്ത കേക്കായിരുന്നു കേട്ടോ. നമ്മുടെ റെഗുലർ കസ്റ്റമറാണ്. പിന്നെയുള്ളൊരു നമുക്കൊരു ചെറിയൊരു ചോക്ലേറ്റും കൂടെ ഉണ്ടായിരുന്നു, കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ്. ഇത് നമ്മൾ ഫ്രൂട്ട് ആൻഡ് നട്ടിലാണ്, ഡയറി മിൽക്കിലാണ്. ഇത് നമുക്ക് ഓർഡർ തന്നത് നമ്മളുടെ ജൂനിയർ ആയിരുന്നു കേട്ടോ, കോളേജിലുള്ള. അപ്പോൾ എല്ലാത്തിൻ്റെയും ലോങ് വീഡിയോ ചാനലുണ്ട്, ചെക്ക് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിലും ഒന്ന് ജസ്റ്റ് കയറി സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.